2024-25 IBPS PO ആണ്. ഞാനൊരു മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. 2023 ഡിസംബറിലാണ് ഞാൻ കോമ്പസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. ബാങ്ക് എക്സാംസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയ എനിക്ക് കിട്ടുന്നത് കോമ്പസിൽ വന്നതിന് ശേഷമാണ്. കോമ്പസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പി സാറും ഷീതു മിസ്സും ആണ്. ഓരോ സ്റ്റുഡൻറ്റിനും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്താണ് അവർ നമ്മളെ പഠിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, അതുപോലെ തന്നെ വീക്ക് ഏരിയ ഏതാണ് എന്ന് സാറിനും മിസ്സിനും നല്ല ഐഡിയ ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മളെ അവർ ത്രൂ ഔട്ട് ഗൈഡ് ചെയ്യുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം സ്പീഡായിരുന്നു. സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രിലിംസിൻ്റെ ഒന്നും സെക്ഷണൽ ടൈമിംഗ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മെയിൻസിനെക്കാട്ടിയും എനിക്ക് ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നതും പ്രിലിംസാണ്. 2024-25 RRB PO പ്രിലിംസാണ് ഞാൻ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന പ്രിലിംസ് എക്സാം. പക്ഷെ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സാറും മിസ്സും പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ സെലക്ഷനിലും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും, മെയിൻലി പസിൽ പോലെയുള്ള ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ കുറേ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെയാണ് എനിക്ക് ആ ഒരു ടൈം മാനേജബിൾ ആയിട്ട് മാറിയത്. കോമ്പസിൽ നമുക്ക് ക്ലാസ് ബാച്ചിൽ തന്നെ ഓൾമോസ്റ്റ് സിലബസ് എല്ലാം കവർ ചെയ്തിട്ടാണ് പോകാറുള്ളത്. പിന്നീട് എക്സാം ബാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ഡെയിലി മോക്ക് എക്സാംസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ലേറ്റസ്റ്റ് എക്സാം പാറ്റേണിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമുക്ക് കോമ്പസിൽ തരാറുള്ളത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ എല്ലാം കറക്ഷനും കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് സാറും മിസ്സും ചെയ്യിപ്പിക്കാറുണ്ട്. മോക്ക് എക്സാംസിന് പുറമേ മെയിൻസ് ലെവൽ ക്ലാസ്സസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു മെയിൻസ് എക്സാമിന് വരുന്ന ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സുകൾ പോകാറുള്ളത്. പിന്നെ കോമ്പസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ലൈബ്രറി ആണ്. ഞാനങ്ങനെ ഇംഗ്ലീഷ് ബുക്സ് ഒന്നും വായിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഞാൻ എൻ്റെ റീഡിങ് ഒരു ഹാബിറ്റായിട്ട് തുടങ്ങുന്നത് കോമ്പസിലെ ബുക്കുകൾ വായിച്ചിട്ടാണ്. അപ്പോൾ റീഡിങ് ഹാബിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇംഗ്ലീഷ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ബെസ്റ്റ് സോഴ്സ് ആയിരിക്കും കോമ്പസിലെ ലൈബ്രറി. പിന്നെ ഇംഗ്ലീഷിന് സ്പെഷ്യലായിട്ട് ടോപ്പി സാറ് ഹിന്ദു എഡിറ്റോറിയൽ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വൊക്കാബുലറി കൂടുതൽ മെച്ചപ്പെടുത്താനും ഈവൻ എൻ്റെ ഇൻ്റർവ്യൂവിന് പോലും എന്നെ ഈ ഒരു എഡിറ്റോറിയൽ ഡിസ്കഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിനായിട്ട് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ സാറ് തരാറുണ്ട്. അതിന് പുറമെ പാനൽ ഇൻ്റർവ്യൂ ഉൾപ്പെടെ ഒരു 4 ലെവൽ ഓഫ് മോക്ക് ഇൻ്റർവ്യൂസ് നമുക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഒരു റിയൽ ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോൾ വേണ്ട ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഈ ഒരു മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന വഴി തന്നെ കിട്ടും. അങ്ങനെ ഒരു ഹോൾ പാക്കേജാണ് കോമ്പസ് അക്കാഡമി. അപ്പോൾ നിങ്ങൾ ബാങ്കിങ് നോക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കോമ്പസ്. താങ്ക് യു.